നമ്മുടെ റെസിപ്പി ടൊമാറ്റോ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അതുപോലെ നമ്മൾ സാധാരണ ഒരു വെജിറ്റബിൾ ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസുകളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ്. ഇതിന് സൈഡ് ഡിഷായി മീറ്റ് ഐറ്റംസുകളൊന്നും ഇല്ലെങ്കിലും റൈത്തയും ചട്നിയും പപ്പടവും ഉണ്ടായാൽ വളരെ ടേസ്റ്റിയായി നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുക്കുന്നത് 1.25 കിലോ ബസുമതി റൈസാണ്. ഇതിനു പകരം നിങ്ങൾക്ക് ചെറിയ ബിരിയാണി റൈസും ഉപയോഗിക്കാം. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. 4 കപ്പ് റൈസ് വേവിക്കാൻ വേണ്ടി 7 കപ്പ് വെള്ളം എടുത്തതിലേക്ക് 1/2 സ്പൂൺ ഏലക്കയും 1/2 സ്പൂൺ ഗ്രാമ്പൂവും 1 കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഇനി ഈ ടൈമിൽ ഇതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായി തിളച്ചു വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച റൈസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ റൈസൊക്കെ പാകത്തിന് വെന്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി വന്നു. ഇനി അടുപ്പ് ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് ഊറ്റിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബിരിയാണി ഒട്ടും ഒട്ടിപ്പിടിക്കാതെയുള്ള റൈസായി കിട്ടും. ഇപ്പോൾ റൈസെല്ലാം ഊറ്റിയെടുത്തു. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 1/2 വെള്ളുള്ളിയും മീഡിയം വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുക്കണം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും വേണം. 1/2 കപ്പ് മല്ലിയിലയും 1/2 കപ്പ് പുതിനയിലയുമാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 വലിയ തക്കാളിയാണ് ഞാൻ എടുക്കുന്നത്. ഇത് കുറച്ച് വലിയ പീസുകളായി തന്നെ നമുക്ക് മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 3 സവാള എടുക്കുന്നുണ്ട്. 3 സവാളയിൽ നിന്ന് 1/2 സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു കടായിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അത് ചൂടായി വന്നതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയിൽ നിന്ന് പകുതി ഭാഗം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് ഗോൾഡൻ നിറത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരുപാട് ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പം ഇത് റെഡിയായി. ഇനി നമുക്കിത് ഓയിലിൽ നിന്നൊന്ന് മാറ്റി വെക്കാം. ഇനി ഓണിയൻ ഫ്രൈ ചെയ്തത് നമുക്ക് ഗാർണിഷിന് വേണ്ടി മാറ്റി വെക്കാം. ഓണിയൻ ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി വന്ന ഓയിലിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുത്തു. ഇതും ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ചെയ്തെടുത്ത് നമുക്ക് ഗാർണിഷിന് വേണ്ടി മാറ്റി വെക്കണം. ഇനി ഒരു ബിരിയാണി പോട്ടിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത് ബാക്കി വന്ന ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഓയിലും 2 ടേബിൾ സ്പൂൺ ഗീയും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ ടൈമിൽ ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിതിലേക്ക് ചേർത്തത്. ഇപ്പം ഇത് റെഡിയായി. ഇതിൽ നിന്ന് നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരുന്ന സവാളയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തക്കാളിയും ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇത് റെഡിയായി. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസുകളും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈരും ചേർത്തു. ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി മസാലയുടെ ടേസ്റ്റ് നോക്കിയതിന് ശേഷം പുളി കുറവുണ്ടെങ്കിൽ പുളിക്ക് ആവശ്യമുള്ള ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കണം. കൂടുതൽ തൈര് ചേർത്ത് കൊടുക്കരുത്.
ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് പൈനാപ്പിൾ എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ ടൈമിൽ മസാലയിലെ ഉപ്പും പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റൈസിൽ നിന്ന് പകുതി ഭാഗം ചേർത്ത് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിനു മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഓണിയനും കാഷ്യൂ നട്ട്സും പകുതി ഭാഗവും അല്പം മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനു മുകളിലേക്ക് മാറ്റി വെച്ചിരുന്ന റൈസ് ചേർത്ത് ലെവൽ ചെയ്തെടുക്കണം. ഇനി ഇതിനു മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ഫ്രൈഡ് ഐറ്റംസും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ആവി വരും വരെ ഫുൾ തീയിലും ആവി വന്നതിന് ശേഷം 2 മിനിറ്റ് ചെറിയ തീയിലും നമുക്കിത് ദം ചെയ്തെടുക്കണം. 2 മിനിറ്റിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്ത് 15 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ടൊമാറ്റോ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയായ ബിരിയാണിയാണ്. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇനിയും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എൻ്റെ സലാം.